ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദേ താഴെ വന്ന് യൂബർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, യൂബർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ദേ യൂബർ വന്നു കേട്ടോ. നമ്മൾ ചെന്നൈക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. രാവിലെ 9:40 ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ യൂബർ വന്നു. അപ്പം ചെന്നൈയിൽ ഷൂട്ടുണ്ട്, ഒരു 4 ദിവസത്തെ, അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മളിത് എയർപോർട്ടിലേക്ക് ഇങ്ങനെ എൻട്രി ആയി. വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ അവിടെ എത്തുമ്പോൾ ഇതിലും ഭയങ്കര വെയിലായിരിക്കും. ചെന്നൈയിൽ നമ്മുടെ കേരളത്തിനെക്കാട്ടിലും ഇങ്ങനെ കത്തി നിൽക്കുവാണ്. എന്തായാലും കറക്റ്റ് ടൈമിങ്ങിന് നമ്മളതേ ഈ ചേട്ടൻ കൊണ്ടുവന്ന് നമ്മളെ ഡ്രോപ്പ് ചെയ്തു. ഭയങ്കര സംഭവം. ഇപ്പൊ പറയും ചേട്ടൻ കാരണം കറക്റ്റ് ടൈമിങ്ങിന് എയർപോർട്ടിൽ എത്തി എന്ന് പറയും. ഫ്ലൈറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പറയും ആ ചേട്ടൻ ഒറ്റ ഒരാൾ കാരണം എന്റെ ഫ്ലൈറ്റ് മിസ്സായി ഗൈസ്. അതെ, ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്ന പടം ഇടും. ചേട്ടനൊക്കെ ഐഡിയ പറഞ്ഞു തരുവാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കറക്റ്റ് ടൈമിന് 9:40 ഫ്ലൈറ്റ്. പക്ഷെ നമ്മളിത് 8:30 കറക്റ്റ് 8:30 ഇവിടെ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ താങ്ക് യു ചേട്ടാ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ മറ്റേ എന്താ പറയുക, യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തേതും യൂബറൊക്കെ വന്നു. എന്താ പറയുക, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാനായിട്ട് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. ശരണ ഭവൻ മിനി മീൽസ്. അപ്പം വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ റൂമിലിരുന്ന് കഴിക്കാൻ പറ്റും. ഇത്രയും സമയമായല്ലോ. അതുകൊണ്ട് മീനമ്പാക്കം മെട്രോ ഇവിടെ വന്നാൽ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ചൂടാണ്.
അത് എനിക്ക് തോന്നുന്നു കൊച്ചിനെക്കാട്ടിലും ചൂട് ഇവിടെയാണെന്ന് തോന്നുന്നത്. എനിക്ക് ഇവിടത്തെയും വെച്ചിട്ട് നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് ഇവിടെ നല്ല ചൂടുണ്ട്. അവിടെ കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നു. പിന്നെന്താ, ഇനിയൊരു 4 ദിവസം ഞാൻ ചെന്നൈയിലുണ്ടാവും. 4 ദിവസം സൺ ടി വിയുടെ പ്രോജക്റ്റാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 17-ാം തീയതി തിരിച്ച് ഇവിടുന്ന് കൊച്ചിയിലേക്ക്. എന്താണല്ലോ ചെന്നൈയിൽ വന്ന് ഇറങ്ങിയാൽ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് മനസ്സിന്. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ്. ചിലപ്പം ഷൂട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാം കൂടെ അല്ലാതെ തന്നെ കേട്ടോ, അല്ലാതെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലം ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ബന്ധവങ്ങളെ വാഴ വയ്ക്കും ചെന്നൈ എന്നൊക്കെ പറയത്തില്ലായിരുന്നു പാടി. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ കൊച്ചി ടു ചെന്നൈ വന്ന് ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ലവ് യു ഓൾ. ബൈ. അതുവരെ ലവ് യു ഗൈസ്.